നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? നീ ഇതുവരെ എഴുതി തീർന്നില്ലേ? സ്കൂൾ ബസ് വരാറായില്ലേ? അച്ഛാ, ഇതാ ചായ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം മോളെ, ഇതൊന്ന് നനച്ച് കഴിയട്ടെ. അഭിമാൻ എഴുന്നേറ്റില്ലേ? അവനെ എഴുന്നേറ്റില്ല. അതെങ്ങനെയാ? രാത്രി മൊത്തം മൊബൈലിൽ കളിയല്ലേ. ഒരുത്തനതാ ഇപ്പോഴിരുന്നാ പഠിക്കുന്നേ. പരീക്ഷ ഇങ്ങ് അടുത്തു. രണ്ടുപേരുടെ അവസ്ഥ എന്താവും എന്തോ. അമ്മ ഒന്നും ഉണ്ടായിരുന്ന ഞാൻ ജയിച്ചാ പോരെ. ഇങ്ങനെ പോയാൽ നല്ലോണം ജയിക്കും. എടി സിന്ധു, എടി ഞാൻ ഇത്തിരി വൈകുവേ. എന്തേ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷാജിന്റെ ഭാര്യ പ്രസവിച്ച്. ഷാജിയുടെ ഭാര്യ പ്രസവിച്ചതിന് നിങ്ങൾ എന്തിനാ നേരം വൈകുന്നേ? ഓന്റെ വകയില് ചെലവുണ്ടെന്ന്. ഇന്ന് 2 വീശി ആടിയായിരിക്കുമല്ലേ വരവ്? 2 ചെറുതായിട്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്. അച്ഛനോട് പറയല്ലേ. ഒന്ന് വേഗം വാ, സ്കൂൾ വണ്ടി ഇപ്പോ വരും. നീ ഇങ്ങനെ കളിച്ചിരുന്നോട്ടോ. നിനക്ക് സ്കൂളിലൊന്നും പോകണ്ടേ? നിനക്ക് ബാഗൊന്നും വേണ്ട? അപ്പൂപ്പ പോട്ടെ. ശരി മക്കളെ. ഉമ്മ തന്നില്ല. എനിക്കും സൈഡിലൂടെ പോണേ. എന്തൊക്കെയാ അച്ഛാ? നല്ല വിശേഷം. സിന്ധു അകത്തില്ലേ? ആ, എടീ സിന്ധുവേ. ആ ഏട്ടാ. പിള്ളേരൊക്കെ പോയടേ? ആ, ഇപ്പൊ പോയേ ഉള്ളൂ. നീ തിരക്കില്ല? ഇല്ല, ഈ 2 തുണിയും കൂടെ ഉള്ളൂ. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നീ ആളിയോട് ചോദിച്ചിരുന്നോ? ഞാൻ ചോദിച്ചില്ല ഏട്ടാ. ഏട്ടൻ നേരിട്ട് ചോദിക്കുന്നതന്നെയല്ലേ നല്ലത്. നീ ഒന്ന് ചോദിച്ചു നോക്ക്. അളീനെ ഞാൻ വിളിച്ചോളാം. ഏട്ടൻ ആദ്യം മേടിച്ചതന്നെ കൊടുക്കാനില്ലേ? എനിക്കറിയാം, അത് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഒരു കച്ചവടത്തിൽ പൈസ ഇറക്കിപ്പോയി ഞാൻ. ഇല്ലെങ്കിൽ അത് കൊടുത്തതും പോയി പോകും എൻ്റെ കയ്യിൽ നിന്ന്. നിങ്ങൾ നേരിട്ട് തന്നെ പ്ലീസ്, എൻ്റെ സംസാരിക്കും. പൊന്നു പെങ്ങളല്ലേ. എന്തായാലും ഏട്ടൻ അകത്തോട്ടിരിക്കേ. ഞാൻ ഇതൊന്നിപ്പോ കഴിഞ്ഞിട്ട് വരാം. എന്നാ വാ. ദാസ ഡ്രസ്. ഒരു ടിക്കറ്റ് എടുക്കുമോ? ഒരു ടിക്കറ്റ് അടിക്കേ. വേണ്ട വേണ്ട, ഒരെണ്ണം വേണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതടിക്കും.
അളിയാ, ഞാനിവിടെ പുറത്ത് വെയിറ്റുകൊണ്ടിരിക്കുന്നേ. ഇറങ്ങാനായോ? ഞാനിത് ഇറങ്ങി. അവിടെ കാറുണ്ട്, അതിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ, ശരി എന്നാ. എത്ര നേരം അത് കാത്തിരിക്കുന്നേ. വല്ലാത്ത വെറുപ്പിക്കലായി പോലും അത്. വണ്ടി ഞാൻ എടുക്കണോ? വേണ്ട വേണ്ട. എത്ര വിളിച്ചളയാ, ഫോണൊന്നും എടുത്തൂടെ? പാർട്ടി കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോയി. പിന്നെ ഞാൻ അവിടെ കോള് ശ്രദ്ധിച്ചില്ല. ആ പിന്നെ കാശ് കയ്യിലായിരുന്നു, അതാ എന്നോട് വരാൻ പറഞ്ഞു. അതൊന്നും സാറില്ലളയാ. ആ, അവിടെ നിർത്തി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഇത് അന്ന് വാങ്ങിച്ച പോലെ ആവരുത്. ഞാൻ വേറെ അവിടെ തിരിച്ചത് കാശ്. അത് കുഴപ്പമില്ല, അളിയനൊക്കെ അല്ലേ? ഞാനൊക്കെ. ശരി എന്നാ. ആ സിന്ധു, ഞാൻ വന്നോണ്ടിരിക്കുക. പാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. നീ വെച്ചോ, ഞാൻ വിളിക്കാം. എടി വണ്ടി ഓടിക്കാൻ പറഞ്ഞത് ഞാന് റണ്ണിങ്ങിലാണ് ഞാന്. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ആങ്ങളെ കണ്ടിരുന്നു. അത് കുറച്ച് കാശ് കൊടുത്തു, അതാ ഇത്തിരി ലേറ്റായത്. നീ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, വെക്ക്. എന്താ ഇത്ര ദേഷ്യം? പോയ ഉഷാറൊന്നും ഇല്ലല്ലോ തിരിച്ചു വന്നപ്പോ. എന്തായാലും ഏട്ടനീ വെള്ളം കുടിക്കും. ഏട്ടാ, വിനുവേട്ടാ, ഏട്ടാ, എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ സിന്ധു, ഞാൻ വന്നോണ്ടിരിക്കുക. പാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. നീ വെച്ചോ, ഞാൻ വിളിക്കാം. എടി വണ്ടി ഓടിക്കാൻ പറഞ്ഞത് ഞാന് റണ്ണിങ്ങിലാണ് ഞാന്. ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ആങ്ങളെ കണ്ടിരുന്നു. അത് കുറച്ച് കാശ് കൊടുത്തു, അതാ ഇത്തിരി ലേറ്റായത്. നീ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, വെക്ക്.
ദാസേട്ടാ ഒരു സിഗരറ്റ്. നല്ല മഴയായതുകൊണ്ടായിരിക്കില്ലേ ആ ലോട്ടറിക്കാരിപ്പോൾ വരുമല്ല. ആ അറിഞ്ഞില്ലേ, 2 ദിവസം മുമ്പ് ഏതോ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയി. കുറച്ച് സീരിയസ് ആണെന്നാ പറഞ്ഞു കേട്ടെ. ബോധം വന്നിട്ടില്ല. അതിപ്പോ CCTV നോക്കിയാൽ ഇടിച്ചിട്ട് പോകാനതൊന്നും അറിയില്ല. അതിന് ഈ ഗ്രാമത്തിലെവിടെയാ ക്യാമറ? അതെ അതെ. അതിപ്പോ താമസിച്ചാലും അവർ കണ്ടെത്തിക്കോളും. എന്നാലും ഏത് എണ്ണം കെട്ടവനായാലും ഓനൊന്നും ഗതി പിടിക്കുകയില്ല. ഒന്ന് ഹോസ്പിറ്റലെങ്കിലും കൊണ്ടുപോയിനു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എടാ കൃഷ്ണ, ഇതാണോ വലിയ സെറ്റപ്പ്? ഈ മൂഞ്ചിയൊക്കെ കുടിക്കാൻ എന്താടാ? ഒന്ന് ക്ഷമിക്കുമായി, നമ്മൾ പറഞ്ഞ മോതിരം ഇപ്പൊ ഇങ്ങെത്തും. നല്ല ഒന്നാന്തരം വാറ്റ്, വെറും വാറ്റല്ല, നമ്മുടെ രമേശ് ഭായിയുടെ ഒന്നാന്തരം വാറ്റ്. അതെ അതെ, അതും ഇങ്ങനൊരു സെറ്റപ്പില് ഒരു പോലീസും വിടത്തില്ല. അഥവാ പോലീസ് വന്നാലും ഒരുത്തന്നെ ഇവിടെ വിട്ടു പോകില്ല. അതെ അതെ, ഒരുത്തരും ഇവിടെ വിട്ടുപോകില്ല. അല്ലേ റാണി? എടോ, അവൻ പറഞ്ഞതുപോലെ മനസ്സിലായോ? അവന്റെ കള്ളിന് മുമ്പിൽ ഈ വാറ്റൊന്നും എത്തൂലെന്ന്. ആ ഫുഡും നമ്മളെ മുതലും എത്തിയല്ലോ. എത്ര നേരമായിടോ വെയിറ്റ് ചെയ്യുന്നു? ഫുഡും കൂട്ടിയടിക്കും. അജ്ഞാത വാഹനമിടിച്ച് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. എടോ, ആ ചടമകൾ എടുത്തൊന്ന് മാറ്റണോ? ആ കിളവ മുന്നിൽ ചാടിയല്ലേ, വണ്ടിക്കാരെന്ത് വിളിച്ചു? എടോ ദാസ, നീ അത് വിട്. ഏതോ ഒരു വാർത്ത, ഏതോ ഒരു ആക്സിഡന്റ്, ഏതോ ഒരു കളവൻ, വിടത്. ദാസനായി നിർത്തും തോന്നില്ല. അവന്റെ ഇളയച്ചൻ അങ്ങനെയല്ല മരിച്ചേ. ഇളച്ചനോ? അതാരാ? നമ്മൾ ആ കവലയിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന രാമേട്ടൻ അറിയോ? അത് ഈ ദാസന്റെ ഇളയച്ചനാ. അയാൾ മദ്യപിച്ച് വാഹനത്തിന്റെ മുന്നിൽ ചാടിയതാണോ, മറ്റേ വാഹനം ഇയാളുടെ മേത്ത് കയറിയതാണോ, എന്തായാലും ഒരു അജ്ഞാത വാഹനം ഇടിച്ചിട്ടാണ് പുള്ളി മരിച്ചത്. സ്വാമി ഒരുപാടായടാ, ഞാൻ പോട്ടെ. ഒന്നും മിണ്ടാതിരിക്കും വിനോദേ. ഫുഡ് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോയാൽ പോരെ. വിനോദ് ഇരിക്കേ. ഇപ്പൊ തന്നെ ഞാൻ ഓവറാ. സ്വാമി ഒരുപാടായി, ഞാൻ പോവാ. എന്നാ പിന്നെ നീ പോ. റഫീഖ് ഇരിക്കി. വിനോദേ, ഈ അവസ്ഥയിൽ ഡ്രൈവ് ചെയ്ത് പോണോ? ഈ അവസ്ഥയിൽ എന്താ മോശം? എന്തേലും ചെയ്യും.